മക്കളെ, നമുക്കിന്നൊരു വാഴക്കൂമ്പ് തോരൻ വെക്കാവേ. അതിനായിട്ട് കടുക് വറുത്ത് അതിലേക്ക് നമ്മുടെ വാഴക്കൂമ്പ് അരിഞ്ഞത് ചേർക്കുക. നല്ല ഔഷധ ഗുണമുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആഹാരമാണ്. ഇനിയിപ്പം നമുക്ക് ഇതിനകത്തോട്ട് പെട്ടെന്ന് വേകുന്ന ഒരു സംഭവം. നമുക്ക് ഒരല്പം ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ ഇച്ചിരി തൊമര വേവിച്ച് വെച്ചിരുന്നതാണ്. ഇനി നമ്മുടെ അരപ്പ് ചേർക്കാതെ. അരപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ തേങ്ങായും ഇച്ചിരി ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ നമ്മൾ ഒതുക്കിയെടുത്തതാണ്. അടിക്ക് പിടിക്കാതിരിക്കുന്ന ഒരു മയം വെള്ളം ചേർക്കാതെ ഇച്ചിരി വെള്ളം ചേർത്താൽ മതി. ഒരു നമ്മളിതിനൊന്നും ഇനി നമുക്കിതെല്ലാം ഒന്ന് ആവി കയറി റെഡി ആയി കഴിയുമ്പോൾ നമുക്കൊന്ന് ഇച്ചിരി നേരം ഇനി അവിടെ ഇരുന്നതൊന്ന് വേകട്ടെ. നമുക്കൊന്നും നോക്കാതെ വൻപയർ ചേർക്കുന്നത് നല്ലതാണ്. വൻപയറായാലും തൊമരയായാലും ഈ വാഴച്ചുണ്ട് തോരന് നല്ല ടേസ്റ്റാണ്. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഒക്കെ ചേർത്താണ് ഞാൻ അരപ്പ് റെഡിയാക്കി വെച്ചത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഉപ്പൊക്കെ പാകത്തിന്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ വാഴക്കൂമ്പ് തോരൻ റെഡിയായിട്ടുണ്ട്. നമുക്ക് വിഷരഹിതമായ ഭക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇത് നമ്മളാരും പാഴാക്കി കളയാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സന്തോഷം.